ദി മണി മാനേജ്മെന്റ് സ്കിൽ. ബേസിക്കലി നമ്മുടെ വീഡിയോയുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനിത് എങ്ങനെ നിങ്ങളോട് സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നു ഒരുപാട് ചിന്തിച്ച്. കാരണം ഒരുപാടുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ റൈറ്റ് നൗ എൻ്റെ ലൈഫിൽ മണി മാനേജ്മെന്റ് സ്കിൽസും അതേപോലെ തന്നെ എങ്ങനെ ബെറ്റർ ആയിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വളരെ ഡീപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് യുവർ ഇൻവെസ്റ്റ്മെന്റ്. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഞാൻ അതിൽ വിശദമായി നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഫണ്ടമെൻ്റൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അനാവശ്യ ചിലവുകളിലോട്ടേക്ക് പോകാണ്ട് ശ്രദ്ധിക്കുക. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നാണെങ്കിൽ ടെൻഷൻ ആവാൻ പാടില്ല. ആദ്യം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നോക്കുക. സത്യം പറഞ്ഞാലില്ലേ വളരെ സിമ്പിളാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്, പക്ഷെ ഇപ്പോൾ പറ്റത്തില്ല. സ്റ്റേ വിത്ത് മീ, ഫ്യൂച്ചറിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ്സ് എ സീക്രട്ട് ഗൈസ്. അപ്പം ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, മണി മാനേജ്മെൻറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഡോണ്ട് മിസ് ഓൺ ദാറ്റ്. നല്ലൊരു ഫൈനാൻഷ്യൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മൈൻഡ് സെറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിലാണ് ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണേ. നമ്മുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആവും. അനാവശ്യമായിട്ടുള്ള ചിലവുകളിലോട്ടേക്ക് നമ്മൾ പോകത്തില്ല. അത് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഹാൻഡ്ലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവുക, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേനും പലർക്കും മണി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും വരണം, പക്ഷെ അത് മാത്രമല്ല ആ ഒരു ടോപ്പിക്കിൽ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു മണി മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോഴത്തേനും നമ്മുടെ ക്യാഷ് ഫ്ലോ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.